മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മൾ പലരും ആവശ്യപ്പെട്ട പ്രകാരം ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ബാങ്കിൻ്റെ സ്റ്റോക്കുകൾ ധാരാളം ആളുകൾ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനമായി നമ്മൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ പിച്ച വെച്ച് വളർന്നു വരുന്ന ഒരു ബാങ്ക് സ്റ്റോക്കാണ്, അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ പ്രധാനപ്പെട്ടൊരു ബാങ്കായിട്ട് നമുക്ക് പറയാം. എങ്കിലും ഈ ഒരു ബാങ്കിൻ്റെ ഓവർവ്യൂ എന്താണെന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. കൂടുതലായിട്ട് നമ്മളിന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആയിട്ട് കരുതണം എല്ലാവരും. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് 50 രൂപ 24 പൈസക്കാണ്. അഥവാ ഓപ്പോസിറ്റായിട്ട് 25 പൈസ കൂടുതലായിട്ട്, ഓപ്പോസിറ്റ് നല്ല പോസിറ്റീവായിട്ട് 25 പൈസ കൂടുതലായിട്ടുണ്ട്. ഒരു പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 0.50% വർധനയോടുകൂടിയാണ് ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് വരുന്നത് 50 രൂപ 24 പൈസയാണ്. നെക്സ്റ്റ് പെർഫോമൻസിൻ്റെ ഭാഗമായി നമ്മൾ നോക്കുന്ന ടുഡേ ലോ എത്ര ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഈ കാണുന്നത് പോലെ 50 രൂപ 8 പൈസയാണ് ടുഡേ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 50 രൂപ 50 പൈസയാണ് ടുഡേ ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ 52 വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 49 രൂപയാണ്. 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 82 രൂപ 40 പൈസ. അഥവാ ഒരു വർഷത്തിനിടയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അവസരം കമ്പനി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ അപ്പ് ആൻഡ് ഡൗൺ മൊമെൻറ്റത്തിൽ നമുക്കത് സാധ്യമാണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2573 കോടി രൂപയാണ്. PE റേഷ്യോ TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 7.18ഉം PB റേഷ്യോ 1.303 കാണിക്കുന്നത്. ഇൻഡസ്ട്രി PE റേഷ്യോ നോക്കുകയാണെങ്കിൽ 14.85ഉം ഡെപ്റ്റ് ടു ഇക്വിറ്റി നോട്ട് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ROE അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി 14.38 ഉണ്ട്. അത് കുഴപ്പമില്ല. എന്നാലും ഈ ഒരു ചെറിയൊരു പൈസയ്ക്ക് ഇത്ര ഒരു എമൗണ്ട് 14.38% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയായിട്ട് പരിഗണിക്കാൻ പറ്റും. EPS TTM ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 6.96ഉം ഡിവിഡൻഡ് ഈൽഡ് 1.40%, ബുക്ക് വാല്യൂ വരുന്നത് 48.41ഉം ഫേസ് വാല്യൂ 10 രൂപയുമാണ് കാണുന്നത്. ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂ നോക്കാം. ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് കമ്പനിയുടെ റവന്യൂ പറയുമ്പം 2023 ജൂൺ ക്വാർട്ടർ ടു 2024 ജൂൺ ക്വാർട്ടർ വരെയാണ്. 2023 ജൂൺ ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 992 കോടി രൂപയാണ്. 2023 സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 1022 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഡിസംബർ 2023 ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ 1094 കോടി രൂപയായി വീണ്ടും ഇൻക്രീസ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് 2024 മാർച്ച് ക്വാർട്ടറാണ്. മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 1152 കോടി രൂപയും, ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ 2024 ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 1138 കോടി രൂപ. അല്പം ഒന്ന് താഴോട്ട് വന്നിട്ടുണ്ട്, പേരിന് മാത്രം. ഇതാണ് ഈ റവന്യൂയുടെ ഒരു ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇയർലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റവന്യൂയുടെ കാര്യത്തിൽ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നിങ്ങൾ കാണുന്നത് പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു വളർച്ച കമ്പനിയുടെ റവന്യൂയുടെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ഗ്രാഫിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ഒരു ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും. 2020, 21, 22, 23, 24 അഥവാ 5 വർഷത്തെ കണക്കാണ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. 2020 കമ്പനിയുടെ ആ റവന്യൂ എന്ന് പറയുന്നത് 1546 കോടി രൂപയാണെങ്കിൽ 2021 എത്തുമ്പം കുറച്ചുകൂടി ഡെവലപ്പായിട്ടുണ്ട്, 1768 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. 2022 എത്തുമ്പോൾ 2148 കോടി രൂപയും, 2023 എത്തുമ്പോൾ 3142 കോടി രൂപയും, 2024 എത്തുമ്പോൾ 4260 കോടി രൂപയുമാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത്. ഇനി പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ക്വാർട്ടർലിയാണ് നമ്മൾ നോക്കുന്നത്. 2023 ജൂൺ ക്വാർട്ടർ ടു 2024 ജൂൺ ക്വാർട്ടർ വരെയാണ് പ്രോഫിറ്റിൻ്റെ ഒരു സെനാരിയോ നമ്മളിപ്പോൾ കാണുന്നത്. 2023 ജൂൺ ക്വാർട്ടറിൽ 130 കോടി രൂപയാണെങ്കിൽ 2023 സെപ്റ്റംബർ ക്വാർട്ടറിൽ 140 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. 2023 ഡിസംബർ പാദത്തിലേക്ക് വരുമ്പം അല്പം താഴോട്ട് പോയിട്ട് 112 കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് മാർച്ച് 2024 വരുമ്പം 43.35 കോടി രൂപയായിട്ട് വീണ്ടും ചുരുങ്ങി എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം ഇൻക്രീസ് ആയിട്ടുണ്ട്. ജൂൺ 2024 ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം
62.77 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ നഷ്ടസാധ്യതകൾ താരതമ്യേന കുറവും എന്നൊക്കെ പേഴ്സണലി ഒപ്പീനിയനായിട്ട് പറയാൻ പറ്റും. എങ്കിലും ഒരു ഫെഡറൽ ബാങ്കിൻ്റെ പഴയകാല അവസ്ഥ എന്താണോ നമുക്കറിയാം, അതുപോലെ ഉയർന്നു വരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഇനി നമുക്ക് പ്രോഫിറ്റിൻ്റെ ഒരു ഇയർലി ബേസ് ചെയ്തിട്ടുള്ള കണക്ക് നോക്കാം. 2020-24 അഥവാ 5 വർഷത്തെ കണക്കാണ് പരിശോധിക്കുന്നത്. 2020 കമ്പനിക്ക് 190 കോടി രൂപയായിരുന്നു കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. 2020 എത്തുമ്പോൾ 105 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 2022 എത്തുമ്പോൾ പ്രോഫിറ്റ് 54.75 കോടി രൂപയും 2023 വരുമ്പം 2022 54.73 കോടി രൂപയും 2023 വരുമ്പോൾ 302 കോടി രൂപയായിട്ട് വർധനവ് വന്നിട്ടുണ്ട്. നല്ലൊരു വർധനവ് തന്നെയാണ്. കാരണം 2022 കമ്പനിക്ക് ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് 54.73 എന്ന് പറഞ്ഞാൽ കേവലം മാത്രമായിരുന്നു. പക്ഷേ നല്ല ഒരു ഫിഗർ 2023 കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. 302 കോടി രൂപയായി വർദ്ധിപ്പിക്കാനും നെക്സ്റ്റ് 2024 426 കോടി രൂപയായി വർദ്ധിപ്പിക്കാനും കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ പറ്റി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായി നമുക്ക് പരിഗണിക്കാൻ പറ്റും. നെക്സ്റ്റ് നെറ്റ് വർത്തിൻ്റെ കാര്യം നോക്കാം. 2020 to 2024 കൊല്ലവർഷ കണക്കനുസരിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. 2020 1084 കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. 2021 1352 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. 2022 വരുമ്പം 1412 കോടി രൂപയായി വീണ്ടും വർദ്ധിച്ചു. 2023 1715 കോടി രൂപയായി വീണ്ടും വർദ്ധിച്ചു. 2024 എത്തുമ്പം നല്ലൊരു ശതമാനം വർധനവാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് കാണുന്നത്. 2492 കോടി രൂപ. ഈ ഒരു കമ്പനിയെക്കുറിച്ച് നെറ്റ് വർത്തും റവന്യൂം പ്രോഫിറ്റും നമ്മൾ നോക്കി. എല്ലാം അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവ്മെൻറ്റിലാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സാമ്പത്തിക മേഖലയെ കൈകാര്യം ചെയ്യുന്ന ഒരു ബാങ്കാണെന്നിരിക്കെ ആ ഒരു ബാങ്കിൻ്റെ സാധ്യതകളെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പഴയകാലത്ത് ഇപ്പോൾ പറയുന്ന ഫെഡറൽ ബാങ്കിൻ്റെ അവസ്ഥയായിരുന്നു. പഴയകാലത്ത് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു അവസ്ഥാവിശേഷമായിരുന്നു. കാരണം ഒരു 40 രൂപ 38 രൂപയ്ക്കൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അത് എന്നിട്ട് നമ്മൾ വാങ്ങിച്ച് 10 രൂപ കൂടുമ്പോൾ വിൽക്കുന്ന ഒരു ശൈലി. പക്ഷേ നല്ല ക്ഷമയുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമായിരുന്നു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം അത് പിടുത്തം വിട്ട് മുകളിലോട്ട് എത്തി എന്നുള്ളതാണ്. ഇന്നിപ്പം ആ ഒരു ലെവലിൽ കാണുന്നത് ഈ ഒരു സ്റ്റോക്കാണ്. 50 രൂപ ലെവലിലൊക്കെയാണ് കാണുന്നത്. ഇനി ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണെന്നുള്ളതാണ്. ആദ്യം നമുക്കൊരു പ്രതീക്ഷ തരുന്ന ഒരു രീതിക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹോൾഡിംഗ് നടന്നിട്ടുള്ളത്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 63.39% കാണുന്നുണ്ട്. 50%ൻ്റെ മുകളിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ആളുകളുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുക. റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ 27.58% അതേപോലെ തന്നെ അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ 8.88% കണക്കാക്കിയിട്ടുള്ളത് ഹോൾഡ് ചെയ്ത് വരുന്നത്. അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ പേരിന് മാത്രമാണുള്ളത് 0.12%. മ്യൂച്വൽ ഫണ്ടുകാരുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിലും അല്പം നാമമാത്രമായിട്ടുള്ള ഒരു ഹോൾഡിംഗ് ആണ് അവർ നോക്കുന്നത്. 0.03% അവർ നോക്കുന്നത്. ഇതാണ് ഈ ഒരു ഇസാഫ് ബാങ്കിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഇപ്പോഴുള്ള കാര്യം. ഇനി നിങ്ങളുടെ മനസ്സിലാക്കിയത് വെച്ച് അനലൈസ് ചെയ്യുക, എന്നിട്ട് ഡിസിഷൻ എടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.